അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതിമഹത്തമായ 2 ആയത്തുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതും നാം ഓതുന്നതുമായ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ 2 ആയത്തുകൾ വളരെ മഹത്വം നിറഞ്ഞ, പറഞ്ഞാൽ തീരാത്ത അത്രയും ഫലങ്ങളുള്ള ആയത്തുകളാണ്. ഈ ആയത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ് ഈ 2 വരികളിലും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മഹത്വം ഈ ആയത്തിനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞാൽ തീരാത്ത അത്രയുമാണ്. തങ്ങളുടെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന് ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ സ്വലാത്ത് ചൊല്ലുമായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു നൽകുന്നതാണ്. അത് ദുനിയാവിലെ ആവശ്യമായാലും ശരി, നാളെ ആഖിറത്തിലെ ആവശ്യമായാലും ശരി, ചുരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും ഒരു ദിവസം ചൊല്ലുക. മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. എത്ര മോശം ആളായാലും ഇത് ചൊല്ലുന്നത് ഇൻഷാ അല്ലാഹ് അവൻ്റെ സ്വഭാവത്തിലും എല്ലാം വ്യത്യാസം വരുന്നതാണ്. ഈ ആയത്തുകൾ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ചൊല്ലുക. കാരണം അത്രയും പ്രതിഫലം ഈ ആയത്തുകൾക്കുണ്ട്. ഏതാനും ചില മഹത്വങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമത്തേത്, എല്ലാ നിസ്കാര ശേഷം ഈ 2 ആയത്തുകൾ ഒരു തവണ അല്ലെങ്കിൽ 3 തവണ അല്ലെങ്കിൽ 7 തവണ അല്ലെങ്കിൽ 11 തവണ ചൊല്ലിയതിന് ശേഷം സാധാരണ ഏത് സ്വലാത്താണോ നമ്മൾക്ക് ചൊല്ലാൻ അറിയുന്ന ആ സ്വലാത്ത് പതിവാക്കുക. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതാണ്. 2, ആരെങ്കിലും യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തലയിൽ കൈ വെച്ചുകൊണ്ട് ഈ 2 ആയത്തുകൾ ഓതി വീട്ടിൽ നിന്നിറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ആ യാത്രയിൽ നിങ്ങൾക്ക് മരണം തരുകയില്ല. മൂന്നാമത്തത്, യാത്രക്ക് പോകുമ്പോൾ 50 തവണ ഓതിയാൽ നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ പോകുന്നത് അത് നടക്കുന്നതാണ്. എന്ത് കാര്യത്തിനിറങ്ങിയാലും ഈ 2 ആയത്തുകൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ആ കാര്യം ഖൈറായി നമുക്ക് വരുന്നതാണ്. 4, എല്ലാ നിസ്കാര ശേഷം 7 തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ധാരാളം ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്. തടവിൽപ്പെട്ടവർ തടവിൽ നിന്ന് മോചിതനാകും. എല്ലാ അടഞ്ഞ വഴികളും തുറക്കപ്പെടും. ആഹാരം വിശാലമാക്കും. ദാരിദ്ര്യമില്ലാതാക്കും. ദുഃഖങ്ങൾ മാഞ്ഞു പോകും. കടങ്ങൾ വീടിക്കിട്ടും. തോറ്റവർ വിജയിക്കും. ഈ ആയത്ത് ഓതുന്നവൻ ശക്തനായി മാറുന്നതാണ്. 5, വെള്ളിയാഴ്ച ദിവസം 3 തവണ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചയാകുന്നത് വരെ സിഹർ, കണ്ണേറ് എന്നിവ അവനിക്ക് ബാധിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് ഓതുവാനും നിലനിർത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.